നമസ്കാരം. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കൊന്ന കേസിൽ വിവാദത്തിലായ അമ്മ ശ്രീധുവിന്റെ രണ്ടാം ഭർത്താവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനോ? വിവാദത്തിൽപ്പെട്ട ജ്യോതിഷി ശംഖുമുഖം ദേവിദാസിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിലാണ് ഈ പരാമർശമുണ്ടായത്. കുറച്ചുനാൾ മുമ്പ് തന്നെ ശ്രീധുവും മറ്റൊരാളും കാണാൻ വന്നെന്നും കൂടെ വന്നയാളെ ഭർത്താവെന്ന് പരിചയപ്പെടുത്തിയെന്നും ദേവിദാസ് വീണ്ടും ആരോപിച്ചു. തനിക്കും ഭർത്താവിനും ദേവസ്വം ബോർഡിലാണ് ജോലിയെന്ന് ശ്രീധു പറഞ്ഞുവെന്നാണ് വെളിപ്പെടുത്തൽ. ആദ്യ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയില്ലെന്നും ശ്രീധു പറഞ്ഞതായി നേരത്തെ ജ്യോതിഷി വെളിപ്പെടുത്തി. ഇതോടെ ലിവിംഗ് ടുഗദറുകാരനാണ് കൂടെയുണ്ടായിരുന്നതെന്ന സംശയം ഉയർന്നു. ഇയാളെയാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരനെന്ന് ശ്രീധു പരിചയപ്പെടുത്തിയതെന്ന് ജ്യോതിഷി ഇന്ന് പറഞ്ഞു. ബാലരാമപുരത്ത് പല നിർണായക ചോദ്യങ്ങൾക്കും പോലീസിന് ഉത്തരമില്ല. ഇതിനിടയിലാണ് ശംഖുമുഖം ദേവിദാസൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ബാലരാമപുരത്ത് ദേവേന്ദുവെന്ന 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ തനിക്ക് പങ്കില്ലെന്ന് ജ്യോത്സ്യൻ ശംഖുമുഖം ദേവിദാസൻ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിന് ഒരു മാർഗ്ഗനിർദ്ദേശവും നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കി. ശ്രീധു തലമുണ്ടനം ചെയ്തത് തന്റെ നിർദ്ദേശപ്രകാരമല്ലെന്നും ശംഖുമുഖം ദേവിദാസൻ പറഞ്ഞു. വാഹനവും വീടും വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 36 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. ഇക്കാര്യം ഞാൻ നിഷേധിച്ചു. തെളിവുകളുണ്ടെങ്കിൽ നടപടിയെടുക്കാമെന്നും പറഞ്ഞു. ഫോണിൽ ഭീഷണിപ്പെടുത്തി എന്നതാണ് എനിക്കെതിരെയുള്ള മറ്റൊരു ആരോപണം. തെളിവുകൾ പരിശോധിക്കാനായി ഫോണുകൾ പോലീസിന് നൽകിയിട്ടുണ്ട്. 36 ലക്ഷം ഞാൻ തട്ടിയെന്ന് അവർ പരാതി കൊടുത്തതിന്റെ കാരണം എനിക്കറിയില്ല. ബ്ലാക്ക്മെയിൽ ആയിരുന്ന ഉദ്ദേശമെന്ന സംശയം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നും ദേവിദാസൻ പറയുന്നു. ചോദ്യം ചെയ്യാൻ വരാമെന്നറിയിച്ചിട്ടും പോലീസ് ബലമായി പിടിച്ചുകൊണ്ടുപോയി. മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളനായി പോലീസ് തന്നെ ചിത്രീകരിച്ചു. ഹരികുമാർ എൻ്റെ അടുത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ അവൻ്റെ ശമ്പളം വാങ്ങാൻ അമ്മയും സഹോദരിയും മാസത്തിലൊരിക്കൽ വരുമായിരുന്നു. 3 മാസം അയാൾ എൻ്റെ അടുത്ത് ജോലി ചെയ്തു. പിന്നീട് അയാളെ ഞാൻ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ചിലർ ജ്യോതിഷത്തെ അടച്ചാക്ഷേപിക്കുകയാണ്. മാധ്യമങ്ങൾ എനിക്കെതിരെ വ്യക്തിഹത്യ നടത്തി. കുറ്റക്കാരനല്ല എന്നറിഞ്ഞിട്ട് മാധ്യമങ്ങൾ വേട്ട നടത്തുന്നു. ഇനിയും വ്യക്തിഹത്യ തുടർന്നാൽ മാധ്യമപ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ദേവിദാസൻ പറഞ്ഞു. കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബവുമായി തനിക്ക് അടുത്ത ബന്ധമൊന്നുമില്ലെന്ന് ദേവിദാസൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. തനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകുന്നവർ അനുഭവിക്കുമെന്നും ജ്യോത്സ്യൻ പറഞ്ഞു വെച്ചു. അതേസമയം ദേവിദാസിന് പണം നൽകിയെന്ന മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ശ്രീധു. പോലീസിന്റെ ചോദ്യം ചെയ്യലിലും ശ്രീധു ഇക്കാര്യം നിരന്തരമായി ആവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവിദാസിനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. ജനുവരി 30 വ്യാഴാഴ്ചയാണ് കാണാതായ 2 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കിണറ്റിൽ കണ്ടെത്തിയത്. ശ്രീധു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് മരിച്ചത്. കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് സംബന്ധിച്ച് കുറ്റമേറ്റെടുത്ത ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ റിമാൻഡിലാണ്. അതിനിടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അമ്മ ശ്രീധുവും അറസ്റ്റിലായി. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കേസിലാണ് ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റ് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഷിജു എന്ന വ്യക്തിക്ക് ദേവസ്വം ബോർഡിൽ സെക്ഷൻ ഓഫീസർ ജോലിയുടെ വ്യാജ നിയമന ഉത്തരവ് നൽകി 10 ലക്ഷം രൂപയാണ് കൈക്കലാക്കിയത്. നിലവിൽ 10 പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയ പണം മുഴുവൻ വീട് നിർമ്മിച്ച് നൽകുന്നതിനായി ജ്യോത്സ്യനായ ദേവിദാസിന് കൈമാറിയെന്നാണ് ശ്രീധു പോലീസിനോട് പറഞ്ഞത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് പ്രദേശത്തെ ഒരു സ്കൂളിലെ PT അംഗങ്ങൾ ഉൾപ്പെടെ ശ്രീധുവിന്റെ തട്ടിപ്പിന് ഇരയായി. ഇവരിൽ ചിലർ പോലീസിൽ യുവതിക്കെതിരെ മൊഴി നൽകുകയും ചെയ്തു. ദേവിദാസിനും ശ്രീധുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. 6 മാസം മുമ്പാണ് അവസാനമായി ശ്രീധുവിനെ കണ്ടതെന്നും അന്നൊപ്പമുണ്ടായിരുന്ന യുവാവിനെ രണ്ടാം ഭർത്താവെന്നാണ് തനിക്ക് പരിചയപ്പെടുത്തിയതെന്ന് ദേവിദാസൻ പോലീസിനോട് പറഞ്ഞു. ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു ജ്യോത്സ്യനോട് ശ്രീധു പറഞ്ഞത്. തന്റെ അനുഗ്രഹം ചോദിച്ചാണ് ശ്രീധു വന്നതെന്നും കുടുംബവുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ദേവിദാസ് നേരത്തെ തന്നെ വ്യക്തമാക്കി. ദേവിദാസിന്റെയും ശ്രീധുവിന്റെയും ബാങ്ക് വിവരങ്ങളും ഫോൺ വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്.